അരിച്ചു പേർക്കുകയായിരുന്നു പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും. ഒടുവിൽ ഗോവിന്ദച്ചാമി ആ കിണറ്റിൽ, ആ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന്റെ കിണറ്റിനകത്തുണ്ട് എന്ന സൂചന കിട്ടിയതോടെ അവിടേക്ക് കുതിച്ചു പാഞ്ഞു. ഞങ്ങളുടെ ക്യാമറ സംഘവും ഒപ്പം പാഞ്ഞു. അങ്ങനെ കിണറ്റിൽ നിന്ന് വലിച്ചു തൂക്കിയെടുക്കുന്ന ഈ ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. മാതൃഭൂമി ന്യൂസിന്റെ സൂപ്പർ എക്സ്ക്ലൂസീവ് ആണ്. അതിൽ രാഹുലും ഷിജിനും അഭിനന്ദനം അർഹിക്കുന്നു. രാഹുൽ, ഇത് ഈ ശബ്ദം കേട്ട ഉടനെ എനിക്ക് തോന്നുന്നു ഒരു 500 മീറ്ററെങ്കിലും ഉണ്ട് അങ്ങോട്ടേക്കല്ലേ? അതിലേശം അങ്ങനെയല്ല. നമ്മൾ ഈ ആദ്യം മുതലുള്ള കാര്യങ്ങൾ പറയാം. നമ്മൾ ആദ്യമേ വന്ന് ഓട്ടോക്കാരാണ് ഗോവിന്ദച്ചാമി ആദ്യം പോകുന്നത് കണ്ട ആളുകൾ, ദൃക്സാക്ഷികൾ. അവർ പിന്നീട് ഗോവിന്ദച്ചാമിയാണെന്ന് തിരിച്ചറിഞ്ഞ് പിന്നാലെ ഓടുകയായിരുന്നു. ആ സമയത്താണ് നിർമ്മാണം നടക്കുന്ന ആ വീടിന് മുൻപിലൂടെ മതിൽ ചാടിക്കടന്ന് ഗോവിന്ദച്ചാമി കാട് മൂടിയ സ്ഥലത്തേക്ക് പോകുന്നത്. അതിന് നിർമ്മാണ തൊഴിലാളികൾ ദൃക്സാക്ഷികളാണ്. പിന്നീട് ആ മേഖലയിൽ നാട്ടുകാർ, പോലീസ്, ഡോഗ് സ്ക്വാഡൊക്കെ ചേർന്ന് തിരച്ചിൽ നടത്തുകയാണ്. ആ സമയത്ത് നമ്മൾ ഇതിൽ പങ്കാളികളായ നാട്ടുകാരോടും ചോദിക്കുന്നു. അപ്പോഴാണ് കാട് വയക്കുന്നതിന് വേണ്ടി വന്ന ഒരു തൊഴിലാളി സ്ത്രീ കൂടി ഗോവിന്ദച്ചാമി